CCTV വോട്ട് ചോദിക്കലാണ് ഇക്കുറി തെരഞ്ഞെടുപ്പിലെ ട്രെൻഡ്. വയനാട്ടിലും അത്തരമൊരു വോട്ട് ചോദിക്കൽ നടന്നതിന്റെ കഥയാണ് സുർജിത് അയ്യപ്പത്ത് പറയുന്നത്. പലതരം വോട്ട് ചോദിക്കലും കണ്ടിട്ടുണ്ട്. ഇത്തവണത്തെ തദ്ദേശ തെരഞ്ഞെടുപ്പിനെ സവിശേഷമാക്കുന്നത് സ്ഥാനാർത്ഥികൾ CCTV നോക്കിയുള്ള വോട്ട് ചോദിക്കലാണ്. അത്തരത്തിൽ ഒരു വോട്ട് ചോദിക്കൽ വയനാട്ടിൽ നടന്നു. നമ്മുടെ ചിഹ്നം. അപ്പൊ വോട്ട് ചെയ്യാൻ പറ്റില്ല, എന്നാലും പ്രാർത്ഥിക്കാം. പൂതാടി പഞ്ചായത്തിലെ 10ാം വാർഡ് പാപ്പളശ്ശേരിയിലെ സ്ഥാനാർത്ഥിയായിട്ടുള്ള സുമയ്യ ടീച്ചറാണ് ഈ വിധത്തിൽ കഴിഞ്ഞ ദിവസം വോട്ട് ചോദിച്ചത്. ഈ ദൃശ്യങ്ങൾ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാണ്. കൊടയാണ് നമ്മുടെ ചിഹ്നം. അപ്പൊ വോട്ട് ചെയ്യാൻ പറ്റില്ല, എന്നാലും പ്രാർത്ഥിക്കാം. ഇങ്ങനെ ഒരു വോട്ട് ചോദിക്കാൻ ഒരു കാരണം? അതായത് പിന്നെ സുധീഷ് എന്ന് പറയുന്നത് എൻ്റെ ഹസ്ബൻഡ് ഒരു ബെസ്റ്റ് ഫ്രണ്ടാണ്. അപ്പം അദ്ദേഹം എന്നെ എപ്പോഴും ചോദിക്കാറുണ്ട്, നമ്മ വീട്ടിൽ കയറിയപ്പോൾ മുതലേ പറയുന്നുണ്ട്. അപ്പോൾ പൊതുവേ നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് ഒരു വീട്ടിൽ ഒരു അംഗത്തെ പോലും ഒഴിവാക്കാതെ എല്ലാവരോടും വോട്ട് ചോദിക്കുക എന്നുള്ള ഒരു നിലപാട് നമുക്കുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആള് പുറത്താണ്, അബ്രോഡാണ്. അപ്പോൾ അതുകൊണ്ട് നേരിട്ട് നമുക്ക് കാണാൻ കഴിയുന്നില്ല. അപ്പം ഞാൻ ഒരു തമാശ രീതിയിലല്ല, നമ്മൾ അടുപ്പമുള്ളത് കൊണ്ട് തന്നെയാണ് ഞാൻ ആ ഒരു രീതിയിൽ വോട്ട് ചോദിച്ചത്. അപ്പോൾ പ്രാർത്ഥന മാത്രമേ എൻ്റെ കൂടെ ഉണ്ടാവുള്ളൂ എന്നറിയാം. അതുകൊണ്ടാണ് പ്രാർത്ഥിക്കണം ഞാൻ പ്രത്യേകം പറഞ്ഞത്. നമ്മുടെ നാട്ടിലെ ജനങ്ങൾ ഒരുപാട് പേര് പാർട്ടി ബേസിൽ സംസാരിക്കുന്നില്ല. എന്നിരുന്നാലും ഒരുപാട് പേര് എന്നോട് പിന്നെ എന്താ പറയുക പറഞ്ഞിട്ടുണ്ട്, കൊട നല്ലൊരു ചിഹ്നമാണ്, അതുകൊണ്ടാണ് കൊട ചിഹ്നം തിരഞ്ഞെടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഞാൻ UDFന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ടാണ് മത്സരിക്കുന്നത്. കൊട ഒരു നല്ല ഒരു ടീമായിട്ടാണ് ഞാൻ കാണുന്നത്. കാരണം നമ്മുടെ വെയിലാണെങ്കിലും മഴയത്താണെങ്കിലും നമുക്കൊരു സംരക്ഷണം തന്ന നമ്മളെ കെയർ ചെയ്യുന്ന ഒരു ഒബ്ജക്റ്റാണ് നമ്മുടെ കൊട എന്ന് പറയുന്നത്. അതുപോലെ തന്നെ എല്ലാവർക്കും എനിക്കൊരു സ്ഥാനം കിട്ടിയാൽ എല്ലാവർക്കും ഒരു തണലായിട്ട് ഞാൻ കൂടെ ഉണ്ടാവും എന്നുള്ളതും കൂടി ഞാൻ ആ കൊടയിലൂടെ ഞാൻ പറയുകയാണ്. ഞാൻ പനമരം ക്രസന്റ് സ്കൂളിൽ 4 കൊല്ലങ്ങളായിട്ട് വർക്ക് ചെയ്യുന്ന ഒരാളാണ്. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ട ഒരു ഫീൽഡാണ് അധ്യാപിക എന്നുള്ളത്. അതുപോലെ തന്നെ എനിക്ക് ആളുകളെ പുറമേയുള്ള ആളുകളെ കൂടുതലായിട്ട് പരിചയപ്പെടാനും അവരിലേക്ക് ഇറങ്ങിച്ചെല്ലാനും കുട്ടികളെയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. കുട്ടികളെയും മുതിർന്നവരെയും മെയിനായിട്ട് പറയുന്നത് പ്രായമുള്ള ആളുകളെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്. അപ്പോൾ ആ ഒരു മേഖലയിലൊക്കെ ഞാൻ കൂടുതലായിട്ടുള്ള ആളുകളോടൊക്കെ സംസാരിച്ചിട്ടും ആക്കിയിട്ടുള്ള ബന്ധങ്ങളൊക്കെ ഇന്നും ഒരുപാട് ബന്ധങ്ങൾ എനിക്ക് നിലനിന്ന് പോകുന്നുണ്ട്. കഴിഞ്ഞ 2 തവണകളായി LDFന്റെ സിറ്റിംഗ് വാർഡാണ് പാപ്പളശ്ശേരി. ഇവിടെ മത്സരം തീപാറട്ടെ. ജനവിധിക്കായി കാത്തുനിൽക്കാം. മനു ദാമോദരനൊപ്പം സുർജിത് അയ്യപ്പത്ത്, 24 വയനാട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.